Hi dear student, today we are discussing plasma as fluid, അതായത് ഫ്ലൂയിഡ് ഇക്വേഷൻ. നമുക്കിതിൻ്റെ ഇൻട്രൊഡക്ടറി പാർട്ട് നോക്കാം. അതായത് പ്ലാസ്മേൻ്റെ ബിഹേവിയർ കോമൺ ആയി മനസ്സിലാക്കുന്നത് 3 ടൈപ്പ് തിയറി ബേസ് ചെയ്തിട്ടാണ്. അതായത് നമ്മൾ പഠിച്ച കൈനറ്റിക് തിയറി, ദെൻ ഫ്ലൂയിഡ് തിയറി, ദെൻ പാർട്ടിക്കിൾ പിക്ചർ തിയറി. In this section we deals fluid theory of plasma. പിന്നെ പ്ലാസ്മയുടെ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ 10⁻12 അയോൺസ് ഇലക്ട്രോൺസ് പെയറാണ് 1 സെൻറ്റിമീറ്റർ ക്യൂബിലുള്ളത്. അതായത് 1 സെൻറ്റിമീറ്റർ ക്യൂബ് വോളിയത്തിൽ 1 ട്രില്യൺ അയോൺ ഇലക്ട്രോൺ പെയർ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. സോ നമുക്ക് പ്ലാസ്മയുടെ ബിഹേവിയർ പ്രഡിക്ഷൻ എങ്ങനെയായിരിക്കും? വളരെ കോംപ്ലിക്കേറ്റഡ് ടാസ്ക് ആയിരിക്കും. ഇപ്പോൾ എന്ന് വെച്ചാൽ പ്ലാസ്മേൻ്റെ 80% ഫിനോമിനയും നമുക്ക് അതായത് ഒരു പുതിയൊരു മോഡൽ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അതാണ് ക്രൂഡ് മോഡൽ. ദെൻ ഫിസിക്സിസ്റ്റ് ഹാവ് സീൻ ദാറ്റ് 80% ഓഫ് പ്ലാസ്മ ഫിനോമിന ഒബ്സർവ്ഡ് ഇൻ the real experiment can be explained by a crude model. നമുക്കിനി എന്താണ് ക്രൂഡ് മോഡൽ എന്ന് നോക്കാം. ക്രൂഡ് മോഡൽ എന്ന് വെച്ചാൽ ഇറ്റ്സ് നോട്ട് എ പ്രൊസസ്ഡ് ഓർ ഇറ്റ് ഈസ് റോ ഫോം. അതായത് നേച്ചുറൽ ആയിട്ടുള്ളൊരു മോഡലാണ് ക്രൂഡ് മോഡൽ. പ്രൊസസ് ചെയ്യാത്ത നേച്ചുറൽ ആയിട്ടുള്ളൊരു മോഡലാണ് ക്രൂഡ് മോഡൽ. ഈ മോഡൽ വെച്ചിട്ടാണ് എന്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? ഫ്ലൂയിഡ് മെക്കാനിക്സ് എക്സ്പ്ലെയിൻ by using this model. പിന്നെ ക്രൂഡ് മോഡലിലെ പാർട്ടിക്കിളിൻ്റെ ഐഡൻറ്റിറ്റിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. അതിന് പകരം കൺസിഡർ ചെയ്യുന്നത് വെച്ചാൽ ഫ്ലൂയിഡ് എലമെൻറ്റിൻ്റെ മോഷൻ മാത്രമേ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഇൻ ദിസ് മോഡൽ ഐഡൻറ്റിറ്റി ഓഫ് പാർട്ടിക്കിൾ ഈസ് നെഗ്ലക്റ്റഡ് ആൻഡ് ഓൺലി ദ മോഷൻ ഓഫ് ഫ്ലൂയിഡ് എലമെൻറ്റ് ഈസ് ടേക്കൺ ഇൻ അക്കൗണ്ട്. ഓക്കെ, ഇനി നമുക്ക് റിലേഷൻ ഓഫ് പ്ലാസ്മ ഫിസിക്സ് ടു ഓർഡിനറി ഇലക്ട്രോമാഗ്നറ്റിക്സ്. അതിൽ ഫസ്റ്റ് മാക്സ്വെൽ ഇക്വേഷൻ നോക്കാം. അതായത് മാക്സ്വെൽ ഇക്വേഷൻ ഇൻ വാക്വം. നമുക്ക് ഡെൽ ഡോട്ട് ഈസ് ഈക്വൽ എന്താണ്? സിഗ്മ ബൈ എപ്സിലോൺ 0. ഇയർ ഇതിനെന്താണ് പറയുക? ഗോസസ് ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ്. ഹിയർ സിഗ്മ എന്താണ്? ചാർജ് ഡെൻസിറ്റി. നെക്സ്റ്റ് സെക്കൻഡ് ഇക്വേഷൻ ഡെൽ ക്രോസ് ഈസ് ഈക്വൽ ടു മൈനസ് ഡോ ബി ബൈ ഡോ ടി. ഇതെന്താണ്? ഡിഫറൻഷ്യൽ ഫോം ഓഫ് ഫാരഡേ ലോ. ദെൻ തേർഡ് വൺ ഡെൽ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു 0. ഇതെന്താണ്? ഗോസസ് ലോ ഇൻ ഗോസസ് ലോ ഇൻ മാഗ്നെറ്റോസ്റ്റാറ്റിക്സ്. ദെൻ ഫോർത്ത് വൺ എന്താണ്? ഡെൽ കോസ് ബി ഈസ് ഈക്വൽ ടു മ്യൂ 0 ജെ പ്ലസ് മ്യൂ 0 എപ്സിലോൺ 0 ഡോ ഇ ബൈ ഡോ ടി. ഇതെന്താണ്? ആംബിയേഴ്സ് ലോ. ഇത് നമുക്ക് എന്ത് കാണാം? 2 ഡൈവേർജൻ്റും ഉണ്ട്, 2 കേളും ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇപ്പം ഡിസ്കസ് ചെയ്തത് ഇൻ വാക്വം അല്ലേ. ഇനി നമുക്ക് മീഡിയത്തിൻ്റെ കേസിലെടുക്കാം. മീഡിയത്തിൻ്റെ കേസിൽ എന്തായിരിക്കും? ഡെൽ ഡോട്ട് ഡി ഈസ് ഈക്വൽ ടു 0. പിന്നെ ഡെൽ ക്രോസ് ഈസ് ഈക്വൽ ടു മൈനസ് ഡോ ബി ബൈ ഡോ ടി. രണ്ടിലും സെയിം ആണ്. ദെൻ ഡെൽ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു 0 സെയിം. ദെൻ ഡെൽ ക്രോസ് ബിക്ക് പകരം ഡെൽ ക്രോസ് എച്ച്. ദെൻ ഡെൽ ക്രോസ് എച്ച് എന്താണ്? ജെ പ്ലസ് ഡോ ഡി ബൈ ഡോ ടി. ഇയർ ഡി എന്താണ്? എപ്സിലോൺ ഇ. പിന്നെ ഇവിടെയുള്ള ബി എന്താണ്? മ്യൂ എച്ച്. അപ്പം നമുക്ക് എച്ച് എങ്ങനെ എഴുതാൻ പറ്റും? ബി ബൈ മ്യൂ എന്ന് എഴുതാം. ഓക്കെ, പിന്നെ പ്ലാസ്മയിലെ അയോണും ഇലക്ട്രോണും ബൗണ്ട് ചാർജസിനും കറണ്ടിനും ഈക്വൽ ആയിരിക്കും. അതായത് പ്ലാസ്മയിലെ അയോൺസും ഇലക്ട്രോണും ബൗണ്ട് ചാർജസിനും കറണ്ടിനും ഈക്വലൻ്റ് ആയിരിക്കും. ഇനി നമുക്ക് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലാസിക്കൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് മാഗ്നറ്റിക് മെറ്റീരിയൽ എന്നൊരു സെക്ഷൻ ഉണ്ട്, അത് നോക്കാം.
ക്ലാസിക്കൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് മാഗ്നറ്റിക് മെറ്റീരിയൽ നോക്കുന്നത് വെച്ചാൽ വി നോ ദാറ്റ് ഈച്ച് ഗൈറേറ്റിംഗ് പാർട്ടിക്കിൾ ആസ് എ മാഗ്നറ്റിക് മൂമെൻറ്റ്. അതായത് എല്ലാ ഗൈറേറ്റിംഗ് പാർട്ടിക്കിളും എന്തുണ്ട്, ഒരു മാഗ്നറ്റിക് മൂമെൻ്റ് ഉണ്ട്. സോ നമുക്ക് ലോജിക്കലി എങ്ങനെ പറയാം, പ്ലാസ്മയെ നമുക്ക് മാഗ്നറ്റിക് മെറ്റീരിയലായി കൺസിഡർ ചെയ്യാമെന്ന് പറയാം. ദെൻ മാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ പെർമിബിലിറ്റി മ്യൂ എം ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ഹിയർ എം എന്തായിരിക്കും, എം ഈസ് മാഗ്നറ്റിക് മെറ്റീരിയൽ, ദെൻ മ്യൂ ഈസ് പെർമിബിലിറ്റി ഓഫ് മാഗ്നറ്റിക് മെറ്റീരിയൽ. സോ നമുക്കെന്ത് പറയാം, ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ യൂണിറ്റ് വോളിയത്തിലെ ബൾക്ക് മാഗ്നറ്റൈസേഷൻ നമുക്ക്, അതായത് ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ യൂണിറ്റ് വോളിയത്തിലെ ബൾക്ക് മാഗ്നറ്റൈസേഷൻ എങ്ങനെ എഴുതാം, അതായത് ഇതിനെ പീസ് ഓഫ് അയൺ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ദെൻ പീസ് ഓഫ് അയണിന് ഒരു വോളിയം ഉണ്ടാവും, പിന്നെ എൻ്റെ മാഗ്നറ്റൈസേഷൻ ഉണ്ടാവും, പിന്നെ നെക്സ്റ്റ് എന്തുണ്ടാവും, മാഗ്നറ്റിക് മൂവ്മെൻ്റ് ഉണ്ടാവും. ദെൻ നമുക്കെങ്ങനെ എഴുതാം, ബൾക്ക് മാഗ്നറ്റൈസേഷൻ എങ്ങനെ എഴുതാം, വെക്റ്റർ ക്യാപിറ്റൽ എം ഈസ് ഈക്വൽ ടു 1/v സിഗ്മ ഐ മ്യൂ ഐ എന്ന് എഴുതിക്കൂടെ. ഇതിന് നമ്മൾ ഒരു ഇക്വേഷൻ നമ്പർ കൊടുക്കുന്നു. അതായത് ഇവിടെ കൊടുക്കുന്ന ഇക്വേഷൻ വെച്ചാൽ ഇക്വേഷൻ നമ്പർ എ എന്ന് കൊടുക്കുന്നു. അതായത് ഇവിടെയുള്ള എം ഐ എന്താണ്, മാഗ്നറ്റിക്, മ്യൂ ഐ എന്താണ്, മാഗ്നറ്റിക് മൂവ്മെൻറ്റ്, വി എന്താണ്, യൂണിറ്റ് വോളിയം. ഇനി നമുക്ക് യൂണിറ്റ് വോളിയത്തിലെ ബൗണ്ട് കറണ്ട് ഡെൻസിറ്റീൻ്റെ എഫക്റ്റ് നമുക്ക് എങ്ങനെ എഴുതാം, അതായത് ബൗണ്ട് കറണ്ട് ഡെൻസിറ്റിനെ ജെ ബി കൊണ്ട് നോട്ട് ചെയ്യുന്നു. ദെൻ ജെ ബി ഈസ് ഈക്വൽ ടു ഡെൽ ക്രോസ് എം എന്നെഴുതിക്കൂടെ. സോ എന്ത് പറയാം, ടോട്ടൽ കറണ്ട് ഡെൻസിറ്റി എന്നത് ബൗണ്ട് കറണ്ട് ഡെൻസിറ്റീൻ്റെയും ഫ്രീ കറണ്ട് ഡെൻസിറ്റീൻ്റെയും സമ്മ് ആണെന്ന് നമുക്ക് പറയാം. ദെൻ ടോട്ടൽ കറണ്ട് ഡെൻസിറ്റി എന്താണ്, ബൗണ്ട് കറണ്ട് ഡെൻസിറ്റീൻ്റെയും പിന്നെ ഫ്രീ കറണ്ട് ഡെൻസിറ്റീൻ്റെ സമ്മാണെന്ന് പറയാം. അതായത് ജെ ഈസ് ഈക്വൽ ടു ജെ ബി പ്ലസ് ജെ എഫ്. സോ ഇക്വേഷൻ നമ്പർ 1D എങ്ങനെ എഴുതാം, അതായത് 1D എന്തായിരുന്നു, ഡെൽ ക്രോസ് ബി ഈസ് ഈക്വൽ ടു മ്യൂ 0 ജെ പ്ലസ് മ്യൂ 0 എപ്സിലോൺ ഡോ ഇ ബൈ ഡോ ടി. ദെൻ ഇവിടെ ജെക്ക് നമ്മൾ ജെ എഫ് പ്ലസ് ജെ ബി എന്ന് കൊടുക്കുന്നു. ദെൻ അത് പ്രകാരം ഇക്വേഷൻ ഒന്ന് ചേഞ്ച് വന്നു, അതായത് ഡെൽ ക്രോസ് ബി ഈസ് ഈക്വൽ ടു മ്യൂ 0 ഇൻറ്റു ജെ എഫ് പ്ലസ് ജെ ബി പ്ലസ് മ്യൂ 0 എപ്സിലോൺ 0 ഡോ ഇ ബൈ ഡോ ടി. ദെൻ നമ്മൾ മ്യൂ 0 എൻ്റെ ടേം ടേക്കിംഗ് ലെഫ്റ്റ് സൈഡ്. ദെൻ നമുക്ക് എന്ത് കിട്ടും, 1/μ 0 ഡെൽ ക്രോസ് ബി ഈസ് ഈക്വൽ ടു ജെ എഫ് പ്ലസ് ഡെൽ ക്രോസ് എം പ്ലസ് എപ്സിലോൺ 0 ഡോ ഇ ബൈ ഡോ ടി. അപ്പം ഡെൽ ക്രോസ് എം എന്ന് വെച്ചാൽ ജെ ബിൻ്റെ വാല്യൂ കൊടുത്താണ്. ഓക്കെ, ദെൻ എന്ത് മാറ്റം കിട്ടി, നമ്മുടെ റൈറ്റ് സൈഡിലുള്ള ഡെല്ലിൻ്റെ ഭാഗം നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക്, അതായത് ഡെൽ ക്രോസ് എം നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് തന്നെ കൊണ്ടുവരുന്നത്. ദെൻ അതിൽ നിന്ന് ഡെല്ലിൻ്റെ ടേം ടേക്കിൻ ഔട്ട് സൈഡ്. ദെൻ നമുക്ക് എന്ത് കിട്ടും, ഡെൽ ക്രോസ് ബി ബൈ മ്യൂ 0 മൈനസ് എം ഈസ് ഈക്വൽ ടു എന്താണ്, എന്താ കിട്ടി, ജെ എഫ് പ്ലസ് എപ്സിലോൺ ഡോ ഇ ബൈ ഡോ ടി. ബാക്കിയുള്ള നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് എടുത്തു. ഓക്കെ, ദാറ്റ് റെപ്രസെൻറ്റ് നമ്പർ ഇക്വേഷൻ നമ്പർ 4. ഓക്കെ, ക്ലിയർ. ഇനി നമുക്ക് എച്ചിനെ എങ്ങനെ എഴുതാം, അതായത് ഫ്രം ഡെഫിനിഷൻ ഓഫ് എച്ച് ഇൻ മാഗ്നറ്റൈസേഷൻ ദ ഇക്വേഷൻ ഈസ്, അതായത് എച്ച് ഈസ് ഈക്വൽ ടു ബി ബൈ മ്യൂ 0 മൈനസ് എം. ദെൻ നമുക്ക് എങ്ങനെ എഴുതാം, എമ്മിൻ്റെ പാർട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് എടുത്താൽ എച്ച് പ്ലസ് എം ഈസ് ഈക്വൽ ടു ബി ബൈ മ്യൂ 0. ഓക്കെ, ഹിയർ ബി എന്താണ്, മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി.
ഇവിടെ നമുക്ക് എന്ത് കിട്ടി? ബി ബൈ മ്യൂ 0 മൈനസ് എം എന്താണ്? എച്ച്. ഇത് നമ്മൾ ഇക്വേഷൻ നമ്പർ 4ലേക്ക് കൊടുക്കുന്നു. ദെൻ ഇക്വേഷൻ നമ്പർ 4 എന്തായി മാറും? ഡെൽ കോസ് എച്ച് ഈസ് ഈക്വൽ ടു ജെ എഫ് പ്ലസ് എപ്സിലോൺ 0 ഡോ ഇ ബൈ ഡോ ടി. അതായത് ഡെൽ കോസ് എച്ച് കിട്ടി. ബിയും എച്ചും തമ്മിൽ നമുക്ക് ഒരു സിമ്പിൾ റിലേഷൻ എടുക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? അതായത് ബിയും എച്ചും തമ്മിൽ ഉള്ള സിമ്പിൾ റിലേഷൻ എടുക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? എം ബിക്കോ എച്ചിനോ പ്രപ്പോർഷൻ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. വി അസ്യൂം എം ഈസ് പ്രപ്പോർഷണൽ ടു ബി ഓർ എച്ച്. ദെൻ വി ക്യാൻ റൈറ്റ് എം ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു എച്ച്. ദെൻ എം നമുക്ക് എങ്ങനെ എഴുതാം? അതായത് കോൺസ്റ്റൻറ്റ് ടേം ആഡ് ചെയ്തിട്ട്, അതായത് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് ഒഴിവാക്കാൻ വേണ്ടി കൈ എം എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്, ദെൻ എം ഈസ് ഈക്വൽ ടു കൈ എം എച്ച്. ദാറ്റ് റെപ്രസെൻറ്റ് ഇക്വേഷൻ നമ്പർ 6. ഈ കോൺസ്റ്റൻറ്റ് കൈ എം എന്താണ്? മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി. ഓക്കെ, ബൈ യൂസിങ് ഇക്വേഷൻ 5 വി ക്യാൻ റൈറ്റ്, അതായത് ഇക്വേഷൻ 5 എന്തേനും എച്ച് പ്ലസ് എം ഈസ് ഈക്വൽ ടു ബി ബൈ മ്യൂ 0, അല്ലെങ്കിൽ എച്ച് ഈസ് ഈക്വൽ ടു ബി ബൈ മ്യൂ 0 മൈനസ് എം. ദാറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്. ദെൻ വി ഗെറ്റ് എന്ത് കിട്ടും? അതായത് ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ എന്ത് കിട്ടും? ബി ഈസ് ഈക്വൽ ടു മ്യൂ 0 എച്ച് പ്ലസ് എം. ദെൻ മ്യൂ 0 നമുക്ക് ദെൻ എമ്മിന് നമുക്ക് എങ്ങനെ എഴുതാം? കൈ എം എച്ച്. സോ ബി ഈസ് ഈക്വൽ ടു മ്യൂ 0 ഇൻറ്റു എച്ച് പ്ലസ് കൈ എം എച്ച്. ദെൻ we take in outside, common term take in outside. Then എന്ത് കിട്ടും? ബി ഈസ് ഈക്വൽ ടു മ്യൂ 0 1 പ്ലസ് കൈ എം ഇൻറ്റു എച്ച്. അത് എച്ച് എന്ന കോമൺ ടേം ടേക്ക് ഇൻ ഔട്ട്സൈഡ്. ദെൻ നമുക്കെങ്ങനെ എഴുതാം? ഇത് ഒന്ന് മാറ്റി എങ്ങനെ എഴുതാം? അതായത് ബി ഈസ് ഈക്വൽ ടു മ്യൂ എം എച്ച് എന്ന് എഴുതിക്കൂടെ? ഓക്കെ, ഫ്രം ദി റിലേഷൻ ബി ആൻഡ് എച്ച് ഈസ് possible only because of linear form of equation 5. പിന്നെ the magnetic energy എന്താണ് ഇവിടെ? mu dot b. Thus for a gyrating particle നമുക്ക് എങ്ങനെ എഴുതാം? mu infinity b 1 b is equal to എന്താണ്? 1/2 mv സ്ക്വയർ, അതായത് mv പെർപെൻഡിക്കുലർ ആൽഫ സ്ക്വയർ എന്ന് എഴുതിക്കൂടെ? ദെൻ മ്യൂ ആൽഫ എന്താണ്? മാഗ്നറ്റിക് മൂമെൻറ്റ്. ഇപ്പം നമുക്ക് മ്യൂ ആൽഫനെ നമുക്ക് എങ്ങനെ എഴുതാം മാറ്റിയിട്ട്? മ്യൂ ആൽഫ ഈസ് ഈക്വൽ ടു ഈഫ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/v ബി എന്ന് എഴുതിക്കൂടെ? ഓക്കെ, ആൻഡ് ഇക്വേഷൻ 7 ഷോസ് ദാറ്റ് ദ റിലേഷൻ ബിറ്റ്വീൻ മ്യൂ എം ആൻഡ് എച്ച് or b, that is, it is no longer linear and we cannot write b is equal to mu m h with mu m is a constant. ഓക്കെ, പിന്നെ പറഞ്ഞു വെച്ചാൽ പ്ലാസ്മ മാഗ്നറ്റിക് മീഡിയ ആണെന്ന് കൺസിഡർ ചെയ്യാൻ ഈ റിലേഷൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. സോ ഇനി നമ്മൾ അതിന് വേറൊരു മെത്തേഡ് തേടുന്നത്, അതായത് ക്ലാസിക്കൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഡൈഇലക്ട്രിക്. നമുക്കിനി അതെന്താണ് ഡിസ്കസ് ചെയ്യാം. ക്ലാസിക്കൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഡൈഇലക്ട്രിക്സ്. നമ്മുടെ പോളറൈസേഷൻ പി എന്നും ഇൻഡിവിജ്വൽ മൊമെൻറ്റ് പി ഐ എന്നും എടുത്താൽ പോളറൈസേഷൻ പി എന്തായിരിക്കും? ഇലക്ട്രിക് ഡൈപോളിൻ്റെ ഇൻഡിവിജ്വൽ മൊമെൻറ്റിൻ്റെ ഓവറോൾ സമ്മ് ആയിരിക്കും. ഓക്കെ, അതായത് ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ് പെർ യൂണിറ്റ് വോളിയം എന്നത് എന്തായിരിക്കും? ഇലക്ട്രിക് ഡൈപോളിൻ്റെ ഇൻഡിവിജ്വൽ മൊമെൻറ്റിൻ്റെ ഓവറോൾ സമ്മ് ആയിരിക്കും. ഓക്കെ, then
പോളറൈസേഷൻ ഈസ് റിലേറ്റഡ് ടു ബോണ്ട് ചാർജ് ഡെൻസിറ്റി. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? സിഗ്മ ബി ഈസ് ഈക്വൽ ടു മൈനസ് ഡെൽ ഡോട്ട് പി. ഇൻ വാക്വം ഡെൽ ഡോട്ട് ഇ എന്താ? സിഗ്മ ബൈ എപ്സിലോൺ 0. ഒന്ന് റീ അറേഞ്ച് ചെയ്തിരുന്നു. അതായത് എപ്സിലോണിൻ്റെ ടേം ടേക്കിംഗ് ലെഫ്റ്റ് സൈഡ്. ദെൻ എപ്സിലോൺ ഡെൽ ഡോട്ട് ഇ ഈസ് ഈക്വൽ ടു സിഗ്മ. ഓക്കെ, ദെൻ സിഗ്മ ഇൻക്ലൂഡ് ബോത്ത് ബൗണ്ട് ചാർജ് ഡെൻസിറ്റി ആൻഡ് ഫ്രീ ചാർജ് ഡെൻസിറ്റി. ദെൻ സിഗ്മനെ നമുക്ക് എങ്ങനെ എഴുതാം? സിഗ്മ ഈസ് ഈക്വൽ ടു സിഗ്മ ബി പ്ലസ് സിഗ്മ എഫ്. ഓക്കെ, ഇനി ഇക്വേഷൻ നമ്പർ എ എന്ത് മാറ്റം വരും? സോ ഇക്വേഷൻ നമ്പർ എ ബിക്കം, അതായത് സിഗ്മേൻ്റെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, അതായത് സിഗ്മ ബി പ്ലസ് സിഗ്മ എഫ്. ദെൻ എപ്സിലോൺ ഡെൽ ഡോട്ട് ഇ ഈസ് ഈക്വൽ ടു സിഗ്മ ബി പ്ലസ് സിഗ്മ എഫ്. ദെൻ ഇക്വേഷൻ നമ്പർ എ അല്ല, ഇക്വേഷൻ നമ്പർ 9 ആണ്. ദെൻ ഇക്വേഷൻ നമ്പർ 8 നമുക്ക് എങ്ങനെ എഴുതാം? അതായത് സബ്സ്റ്റിറ്റ്യൂട്ട് എപ്സിലോൺ ഡെൽ ഡോട്ട് ഇ ഈസ് ഈക്വൽ ടു സിഗ്മ ബി പ്ലസ് സിഗ്മ എഫ് ഇൻ ഇക്വേഷൻ നമ്പർ 8. എന്ത് മാറ്റം വരും? 8 എന്തായിരുന്നു? ഇക്വേഷൻ നമ്പർ 8 എന്തായിരുന്നു? സിഗ്മ ബി ഈസ് ഈക്വൽ ടു മൈനസ് ഡെൽ ഡോട്ട് പി. ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് എന്ത് മാറ്റം വരും? എപ്സിലോൺ ഡെൽ ഡോട്ട് ഇ ഈസ് ഈക്വൽ ടു മൈനസ് ഡെൽ ഡോട്ട് പി പ്ലസ് സിഗ്മ എഫ്. ദെൻ സിഗ്മ എഫ് നമുക്ക് എങ്ങനെ എടുക്കാം? അതായത് മൈനസ് ഡെൽ ഡോട്ട് പി ടേക്കിംഗ് ലെഫ്റ്റ് സൈഡ്. ദെൻ സിഗ്മ എഫ് ഇപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? എപ്സിലോൺ ഡെൽ ഡോട്ട് ഇ പ്ലസ് ഡെൽ ഡോട്ട് പി. ഇനി സിഗ്മ എഫിനെ ഒന്ന് മാറ്റിയത്, അതായത് ഡെല്ലിൻ്റെ ടേം ടേക്കിൻ ഔട്ട് സൈഡ് ഓഫ് ബ്രാക്ക് കോമൺ ആയിട്ട് പുറത്തെടുക്കുന്നത്. ദെൻ സിഗ്മ എഫ് ഇസ് ഈക്വൽ ടു ഡെൽ ഡോട്ട് പി പ്ലസ് എപ്സിലോൺ ഇ. ഓക്കെ, ദാറ്റ് റെപ്രസെൻറ്റ് ഇക്വേഷൻ നമ്പർ 10. Now we can define electric displacement vector as D. D is equal to P plus epsilon E. That represents equation number 11. Then D is equal to നമുക്ക് വേറെ ടൈപ്പിൽ എങ്ങനെ എഴുതാം? എപ്സിലോൺ E. Then equation 10 become സിഗ്മ എഫ് is equal to del dot D. അതായത് P plus epsilon E എന്ന പാർട്ട് എന്താണ്? D. Then സിഗ്മ എഫ് ഡെൽ ഡോട്ട് ഡി ആയിട്ട് മാറി. ഇനി പോളറൈസേഷൻ പി എന്നത് ഇക്ക് ലീനിയർലി പ്രൊപ്പോർഷണൽ ആണെങ്കിൽ എങ്ങനെ എഴുതാം? അതായത് പി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇ. ദെൻ പി എങ്ങനെയാണ്? പി ഈസ് ഈക്വൽ ടു, അതായത് കോൺസ്റ്റൻ്റ് ടേം പ്രൊപ്പോർഷണലിറ്റി കോൺസ്റ്റൻ്റ് ആയ എപ്സിലോൺ കൈ ഇ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ദെൻ P is equal to epsilon chi e e. That represents equation number 12. ഇവിടെ the value of P in equation number 11 കൊടുത്താൽ എന്ത് കിട്ടും? D is equal to epsilon e plus എപ്സിലോൺ കൈ ഇ ഇ. പീൻ്റെ പാർട്ടിൽ നമ്മൾ വാല്യൂ കൊടുക്കുന്നത്. ഓക്കെ, ഇതിൽ നിന്ന് ഡി സിക്കൽ നമുക്ക് എങ്ങനെ എഴുതാം? അതാണ് എപ്സിലോണിൻ്റെ പാർട്ട് പിന്നെ ഇൻ്റെ പാർട്ടും കോമൺ അല്ലേ രണ്ടിലും. ദെൻ എപ്സിലോൺ ഇ നമ്മൾ പുറത്തെടുക്കുന്നത്. ദെൻ ഡി സിക്കൽ ടു എപ്സിലോൺ ഇ ഇൻറ്റു 1 പ്ലസ് കൈ ഇ. ദെൻ നമുക്കിങ്ങനെ എഴുതാം? ഡി ഈസ് ഈക്വൽ ടു എപ്സിലോൺ ഇ എന്ന് എഴുതിക്കൂടെ? അത് നമ്മൾ ഒന്നുകൂടെ കൊടുത്ത് ഒന്നുകൂടി മുകളിലത്തെ ഡിയിലേക്ക് തന്നെ കൊടുക്കുന്നത്. ദെൻ എപ്സിലോൺ ഇ ഈസ് ഈക്വൽ എങ്ങനെ എഴുതാം? എപ്സിലോൺ ഇ ഈസ് ഈക്വൽ ടു എപ്സിലോൺ 0 1 പ്ലസ് കൈ ഇ ഇ എന്ന് എഴുതിക്കൂടെ? ദെൻ ഈ രണ്ട് സൈഡിലും കോമൺ ആയിട്ടില്ലേ? ദെൻ ലെഫ്റ്റ് സൈഡിലെ ഇ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നാൽ എന്താവും? രണ്ട് ഇയും ക്യാൻസലായി പോകും. ഓക്കെ,
ഇവിടെ പി ഈസ് ഈക്വൽ ടു എപ്സിലോൺ കൈ ഇ. ഇ എന്ന റിലേഷൻ ഈസ് നോട്ട് വാലിഡ് ഇൻ പ്ലാസ്മ. ഇനി ഇൻ്റെ എക്സ്പ്രഷൻ എങ്ങനെ കണ്ടുപിടിക്കുക എന്ന് നോക്കാം. അതായത് ഡൈ ഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് എപ്സിലോൺ ആർ ഓഫ് എ പ്ലാസ്മ. നമുക്കറിയാം ഫ്ലക്ച്വേറ്റിംഗ് ഇലക്ട്രിക് ഫീൽഡ് ഗീവ് റൈസ് ടു എ പോളറൈസേഷൻ കറൻറ്റ് ഡെൻസിറ്റി. അതായത് പോളറൈസേഷൻ കറൻറ്റ് ഡെൻസിറ്റി നമ്മൾ ജെ പി ആയിട്ട് എടുക്കുന്നു. ദെൻ ജെ പി is equal to ഡോ പി ബൈ ഡോ ടി. ദെൻ which is satisfy the equation of continuity. Then എങ്ങനെയായിരിക്കും എഴുതുക? ഡോ സിഗ്മ പി ബൈ ഡോ ടി പ്ലസ് ഡെൽ ഡോട്ട് ജെ പി is equal to 0. ദെൻ ഇതാണ് എന്ത് ജെ പിൻ്റെ എക്സ്പ്ലിസിറ്റ് എക്സ്പ്രഷൻ. ദെൻ ബൈ യൂസിങ് മാക്സ്വെൽ ഇക്വേഷൻ. എന്തായാലും മാക്സ്വെൽ ഇക്വേഷൻ പ്രകാരം എന്താ എങ്ങനെ എഴുതുക? ഡെൽ ക്രോസ് ബി എങ്ങനെ എഴുതാം? മ്യൂ സീറോ ഇൻറ്റു ജെ പ്ലസ് എപ്സിലോൺ ഡോ ഇ ബൈ ഡോ ടി. ഇവിടെ ജെ എന്താണ്? ജെ എഫ് പ്ലസ് ജെ പി. ദെൻ നമുക്ക് എങ്ങനെ എഴുതാം? ഡെൽ ക്രോസ് ബി ഈസ് ഈക്വൽ ടു മ്യൂ സീറോ ഇൻറ്റു ജെ എഫ് പ്ലസ് ജെ പി പ്ലസ് എപ്സിലോൺ ഡോ ഇ ബൈ ഡോ ടി. ദെൻ ഇതൊന്ന് മാറ്റി എഴുതാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ഇക്വേഷൻ ഒന്ന് റീ അറേഞ്ച് ചെയ്തിട്ട് എഴുതുന്നു. അതായത് ബി വിഷ് ടു റൈറ്റ് ദി ഇക്വേഷൻ ഇൻ ദ ഫോം ഡെൽ ക്രോസ് ബി ഈസ് ഈക്വൽ ടു മ്യൂ സീറോ ഇൻറ്റു ജെ എഫ് പ്ലസ് എപ്സിലോൺ ഡോ ഇ ബൈ ഡോ ടി. എപ്സിലോൺ സീറോ എന്ന് പറയുമ്പോൾ എപ്സിലോൺ ഡോ ഇ ബൈ ഡോ ടി എടുത്ത് ജെ എഫ് എടുത്ത്. ദെൻ നമ്മൾ ഇക്വേഷനും പിന്നെ മുകളിലത്തെ ഇക്വേഷൻ കമ്പയർ ചെയ്താൽ എന്തായിരിക്കും? അതായത് എപ്സിലോൺ ഡോ ഇ ബൈ ഡോ ടിക്ക് ഈക്വലായിട്ട് എവിടം വരെ വരുന്നുണ്ട്? ജെ എഫിന് ശേഷമുള്ള ഭാഗം, അതായത് ജെ പി പ്ലസ് എപ്സിലോൺ സീറോ ഡോ ഇ ബൈ ഡോ ടി. അതാണ് എപ്സിലോൺ ഡോ ഇ ബൈ ഡോ ടി ഈസ് ഈക്വൽ ടു ജെ പി പ്ലസ് എപ്സിലോൺ സീറോ ഡോ ഇ ബൈ ഡോ ടി. ഓക്കെ, ഇവിടെ ഡോ ഇ ബൈ ഡോ ടിക്ക് നമ്മൾ അതിന് പകരം ഈ ഡോട്ട് എന്ന് കൊടുക്കുന്നത്. ദെൻ എപ്സിലോണിൻ്റെ ഭാഗത്തിലുള്ള ഡോ ഇ ബൈ ഡോ ടി ആയ ഡോ ടി നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരുന്നു. ദെൻ റൈറ്റ് സൈഡിൽ ഡോ ഇ ബൈ ഡോ ടി ഉണ്ട്. ദെൻ എന്ത് കിട്ടും? എപ്സിലോൺ ഈസ് ഈക്വൽ ടു ജെ പി ബൈ ഇ ഡോട്ട്. ഇ ഡോട്ട് എന്ന് വെച്ചാൽ ഡോ ഇ ബൈ ഡോ ടിക്ക് വേറെ എടുക്കുന്നതാണ്. ദെൻ പ്ലസ് എപ്സിലോൺ, അതായത് ഡോ ഇ ബൈ ഡോ ടിയും ക്യാൻസൽ. ഓക്കെ, ബൈ യൂസിങ് റിലേഷൻ ജെ പി ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ ബി സ്ക്വയർ ഡോ ഇ ബൈ ഡോ ടി. Then put the value of Jp in equation number 13. Then we get epsilon is equal to, അതായത് നമ്മൾ ജെ പിൻ്റെ വാല്യൂ നമ്മൾ ഇക്വേഷൻ നമ്പർ 30ലേക്ക് കൊടുക്കുന്നത്. ദെൻ എന്ത് കിട്ടും? ജെ പി ആണ് എന്ത്? സിഗ്മ ബൈ ബി സ്ക്വയർ ഇൻറ്റു ഡോ ഇ ബൈ ഡോ ടി ബൈ ഡോ ഇ ബൈ ഡോ ടി പ്ലസ് എപ്സിലോൺ 0. ദെൻ എന്ത് കിട്ടും? എപ്സിലോൺ ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ ബി സ്ക്വയർ പ്ലസ് എപ്സിലോൺ 0. ഒന്ന് മാറ്റി എഴുതിയിട്ടാണ് ഒന്ന് എഴുതി. അതായത് എപ്സിലോൺ ഈസ് ഈക്വൽ എപ്സിലോൺ 0 പ്ലസ് സിഗ്മ ബൈ ബി സ്ക്വയർ എന്നെടുത്ത് നമുക്കറിയാം. അതായത് റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്താണ്? റിലേറ്റീവ് പെർമിറ്റിവിറ്റി എപ്സിലോൺ ആർ ഈസ് ഈക്വൽ ടു എപ്സിലോൺ ബൈ എപ്സിലോൺ 0. അത് പ്രകാരം നമുക്ക് എങ്ങനെ എഴുതാം? എപ്സിലോൺ ആർ ഈസ് ഈക്വൽ ടു, ഇവിടെ എന്ത് കിട്ടി? എപ്സിലോൺ കിട്ടി. അതിൻ്റെ വാല്യൂ ഇവിടെ കൊടുക്കുന്നത്. ദെൻ എപ്സിലോൺ ആർ ഈസ് ഈക്വൽ ടു എപ്സിലോൺ 0 പ്ലസ് സിഗ്മ ബൈ ബി സ്ക്വയർ ബൈ എപ്സിലോൺ 0. നമുക്ക് എന്ത് കിട്ടും? എപ്സിലോൺ ഫസ്റ്റ് പാർട്ടിൽ കട്ടായി. ദെൻ സെക്കൻഡ് പാർട്ടിൽ അവിടെ ഉണ്ടാവും. ദെൻ എപ്സിലോൺ ആർ ഈസ് ഈക്വൽ ടു 1 പ്ലസ് സിഗ്മ ബൈ എപ്സിലോൺ 0 ബി സ്ക്വയർ. ഓക്കെ, നമുക്കറിയാം സി എന്താണ്? സി ഈസ് ഈക്വൽ ടു 1 ബൈ റൂട്ട് ഓഫ് മ്യൂ 0 എപ്സിലോൺ 0. ദെൻ സി സ്ക്വയർ എങ്ങനെ എടുക്കാം? 1 ബൈ മ്യൂ 0 എപ്സിലോൺ 0. ദെൻ 1 ബൈ എപ്സിലോൺ 0 എന്തായിരിക്കും? സി സ്ക്വയർ ഇൻറ്റു മ്യൂ സ്ക്വയർ. ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദെൻ നമുക്ക് എന്ത് കിട്ടും?
ഇക്വേഷൻ എന്തായി മാറും? അതായത് എപ്സിലോൺ ആർ ഇസ് ഈക്വൽ ടു 1 പ്ലസ് സിഗ്മ ബൈ എപ്സിലോൺ 0 ബി സ്ക്വയർ ആയി എന്തായി മാറും? എപ്സിലോൺ ആർ ഇസ് ഈക്വൽ ടു 1 പ്ലസ് മ്യൂ 0 സി സ്ക്വയർ സിഗ്മ ബൈ ബി സ്ക്വയർ. ഓക്കെ, നമുക്ക് കിട്ടിയ ഇക്വേഷൻ എന്താണ്? ദിസ് ഈസ് ദ ലോ ഫ്രീക്വൻസി പ്ലാസ്മ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് ഫോർ ട്രാൻസ്വേഴ്സ് മോഷൻ. If sigma is equal to 0, then epsilon r approaches to vacuum value. If epsilon r is equal to 1, then b is equal to infinity. This is because polarization drift Vp then vanish. If sigma is equal to infinity, then n is equal to 10 raised to 16 by meter cube. ബിൻ്റെ വാല്യൂ നമ്മൾ 0.1 t എന്നും കൊടുക്കുന്നു. ദെൻ ദ സെക്കൻഡ് ടേം ഓഫ് ഇക്വേഷൻ ഫോർ ഹൈഡ്രജൻ എന്തായിരിക്കും? അതായത് മ്യൂ 0 സി സ്ക്വയർ സിഗ്മ ബൈ ബി സ്ക്വയർ എന്തായിരിക്കും? 4π ഇൻറ്റു 10 റൈസ് ടു -7 ഇൻറ്റു, അതായത് അതിൻ്റെ ഓരോ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് 4π into 10 raised to -7 into 9 into 10 raised to 16 into 10 raised to 16 into 1.67 into 10 raised to -27 by 0.1 സ്ക്വയർ എടുത്ത് എന്താണ് 0.01. ദെൻ ഇതിനെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? 189. ഇത് വിച്ച് ഈസ് വെരി ലാർജ് കമ്പയർ വിത്ത് യൂണിറ്റ്. ദെൻ ഓക്കെ, ഇതിനർത്ഥം എന്താണ്? പ്ലാസ്മയിലെ പാർട്ടിക്കിൾ കൊണ്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് എക്സ്റ്റേണലി അപ്ലൈ ചെയ്യുന്ന ഫീൽഡിനെ ലാർജ്ലി അൾട്ടർ ചെയ്യും, അതായത് നല്ലവണ്ണം അൾട്ടർ ചെയ്യും. ദിസ് മീൻ ദ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു പാർട്ടിക്കിൾ ഇൻ പ്ലാസ്മ greatly alter the field applied externally. Okay, this session is over. Thank you for all.